സോക്ക് ചെയ്ത 4 ഈത്തപ്പഴം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. കൂടെ 2 ഞാലിപ്പൂവൻ പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ഇട്ടു കേട്ടോ. കുറച്ച് മക്കാന ഇട്ടു, താമരയുടെ സീഡ്, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തു. കൂടെ ഒരു നുള്ളു ഉപ്പ് ഇട്ടു കേട്ടോ അരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്. എന്നിട്ട് നമ്മളിതേ നമ്മുടെ ഗ്ലാസ്സിലേക്ക് മാറ്റാണ്. ഞാൻ അരമണിക്കൂർ മുമ്പ് ചിയ സീഡ് വാം വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്തു, മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ചിയ സീഡ് യൂസ് ചെയ്യുമ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നല്ലത്, അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഗുണം കിട്ടുള്ളൂ എന്നാണ് പറയണത്. ഞാൻ കുറച്ചും കൂടി വെള്ളം അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു, കാരണം നല്ല തിക്കായിരുന്നു കേട്ടോ സ്മൂത്തി. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഞാനങ്ങനെ കഴിച്ചു. അപ്പോൾ മധുരം ഒന്നും ചേർക്കാത്ത നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അത് ട്രൈ ചെയ്യണം, നമ്മുടെ വയറും നിറയും മനസ്സും നിറയും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഇതായിരുന്നു, സ്മൂത്തി. അപ്പോൾ വേറെ വെറൈറ്റി സ്മൂത്തീസായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഞാൻ ഈ സ്മൂത്തി ഒന്ന് കഴിച്ചോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്.